വയനാട് ദുരന്തബാധിതർക്കായി മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനുള്ളിലാണ് വീട് ഒരുങ്ങുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാവുന്ന തരത്തിലാണ് വീടുകളുടെ നിർമ്മാണം. മഴക്കാലത്തിന് മുൻപ് നിർമ്മാണ പ്രവൃത്തികൾ പരമാവധി പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. മാതൃകാ വീടിനോടൊപ്പം റോഡ് നിർമ്മാണവും ആരംഭിക്കും. ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണം കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്കാണ് മാതൃകാ വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ഈ തറനിരപ്പിൽ നിന്ന് 2 മീറ്ററോളം ഉയരത്തിലാണ് മാതൃകാ വീടുകൾ നിർമ്മിക്കുന്നത്. ഇത് ദുരന്തത്തെ പ്രതിരോധിക്കുമെന്നാണ് ഊരാളുങ്കലടക്കം അവകാശപ്പെടുന്നത്. ദുരന്തബാധിതരുടെയും സർക്കാരിന്റെയും സ്വപ്നമാണ് വയനാട് ടൗൺഷിപ്പ്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവരെയും വാസയോഗ്യമല്ലാത്ത പ്രദേശത്തുള്ളവരെയും ഉൾക്കൊള്ളിച്ചുള്ള ടൗൺഷിപ്പിൽ നിർമ്മിക്കുക പരമാവധി 430 വീടുകൾ. 20 വീടുകൾ വീതമുള്ള ക്ലസ്റ്ററുകളായിട്ടാണ് നിർമ്മാണം. ആകെ 20 ക്ലസ്റ്ററുകൾ ഉണ്ടാകും. പുറമെ ആശുപത്രിയും മാർക്കറ്റും അങ്കണവാടിയും എല്ലാം ഒരുങ്ങും. കോടതി ഭൂമി ഏറ്റെടുക്കാനുള്ള അനുമതി നൽകിയതിന് പിന്നാലെ അതിവേഗമാണ് സർക്കാർ നടപടികളും ആരംഭിച്ചത്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തേയിലച്ചെടികൾ പറിക്കുന്ന പ്രവർത്തികൾ അവസാന ഘട്ടത്തിലാണ്. ശേഷം തറനിരപ്പാക്കുന്ന പ്രവർത്തികളും നടക്കും. റോഡ് നിർമ്മാണവും അനുബന്ധമായി തുടങ്ങാനാണ് തീരുമാനം. 1000 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന ഒരു നില വീട് ഭാവിയിൽ 2000 ചതുരശ്ര അടിയിൽ ഇരുനിലയായി വികസിപ്പിക്കാനാകും. 7 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മിക്കുക. 2 കിടപ്പുമുറികൾ, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ, സ്റ്റഡി ഏരിയ, വർക്ക് ഏരിയ എന്നിവയാണ് ഒരു വീട്ടിലുണ്ടാവുക. 6 മാസത്തിനുള്ളിൽ ടൗൺഷിപ്പിലെ വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്തയാഴ്ചയോടെ പരമാവധി 400 തൊഴിലാളികളെ ഉപയോഗിച്ച് പ്രവർത്തികൾ നടത്തും. ഏപ്രിൽ 20-ന് ദുരന്തബാധിതരുടെ അന്തിമ പട്ടിക പുറത്തുവരുന്നതോടെ മാത്രമേ വീടുകളുടെ എണ്ണത്തിൽ തീരുമാനമാവുകയുള്ളൂ. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.